പാരിഷ് ഫെസ്റ്റ് ഇന്ന് മുതൽ ഇവിടെ ആരംഭിക്കുകയാണല്ലോ. ഇടവകയുടെ ചരിത്രത്തിൽ ഒരു വലിയ സംഭവമായി തീരുന്ന ഈ ഫെസ്റ്റ് വളരെ പ്രാർത്ഥനയോടും ആരാധനയോടും അന്വേഷണത്തോടും ഒരുമിച്ചുള്ള കൂട്ടായ്മയോടും കൂടി ഈ ദിവസങ്ങളിൽ സംഘടിപ്പിക്കുവാൻ അനേക പ്രിയപ്പെട്ടവർ രാവും പകലും അധ്വാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും മനോഹരമായ കാര്യങ്ങൾ ക്രമീകരിക്കാനിടയായി തീർന്നത്. നമ്മുടെ ഇന്ന് മുതൽ 3 ദിവസം ഇവിടെ നടക്കുന്നത് യഥാർത്ഥത്തിലുള്ള കൂട്ടായ്മ, ഒരുമിച്ച് പാടുകയും ആസ്വദിക്കുകയും ഭക്ഷണം കഴിക്കുകയും മണിക്കൂറുകൾ നമ്മൾ ഒരുമിച്ച് ഈ പാരിഷ് കൊണ്ട് 2 നിലകളായി ചെലവഴിക്കുകയും കലാപരിപാടികൾ ആസ്വദിക്കുകയും ഒരുമിച്ചുള്ള ഒരു ഫെലോഷിപ്പിൻ്റെ ഭാഗമായി ഈ ക്രിസ്മസ് കാലയളവിൽ കുടുംബമായി നമുക്ക് എല്ലാവർക്കും ചേർന്ന് വരുവാൻ ദൈവം ഒരുക്കി തന്നതായിട്ടുള്ള ഒരു അവസരമാണ് പാരിഷ് ഫെസ്റ്റ്. ഈ ഇടവകയുടെ എല്ലാ സംഘടനകളുടെയും പ്രതിനിധികൾ ഇടവകയുടെ ഔദ്യോഗിക ചുമതലക്കാരോട് ചേർന്ന് ഈ സംരംഭത്തിൽ പങ്കുചേരുന്നു. അതോടൊപ്പം പല സബ് കമ്മിറ്റികൾ, അതിൻ്റെ കൺവീനേഴ്സ്, പലരുടെ ക്രമീകരണത്തിൻ്റെ ഫലമായിട്ടാണ് ഈ 2 നിലകളിലായി ഈ കാര്യങ്ങൾ ഇത്രയും ഭംഗിയായി ക്രമീകരിക്കാനിടയായി തീർന്നത്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ സ്റ്റോളുകളൊക്കെ ഏറ്റെടുത്ത പ്രിയപ്പെട്ടവരോടുള്ള പ്രത്യേക നന്ദി, സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മൾ ഇന്ന് മുതൽ ഇവിടെ ഈ സ്റ്റേജിൽ, താഴെയുള്ള സ്റ്റേജിൽ നമ്മുടെ 3 സ്കൂളുകളിലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കലാപരിപാടികളും വ്യക്തികളായിട്ടുള്ള കലാപരിപാടികളും ഈ സ്റ്റേജിൽ അരങ്ങേറുമ്പോൾ ഈ സ്റ്റോളുകളിൽ നിങ്ങൾ സന്ദർശിക്കുകയും അവരുടേതായിട്ടുള്ള ക്രമീകരണങ്ങൾ പങ്കുചേരുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പുറത്ത് ഭക്ഷണശാലകൾ ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഉച്ചകഴിഞ്ഞ് 3:30 മണി മുതൽ ആ സ്റ്റോളുകൾ ആരംഭിച്ചു കഴിഞ്ഞു. രാത്രി 10 മണി വരെയും അവിടെ നിന്ന് ഭക്ഷണം, വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനായിട്ടുള്ള അവസരമുണ്ട്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ കയ്യിൽ നിന്ന് പേഴ്സ് തുറന്ന് ചെലവാക്കുന്നതിൽ സന്മനസ് കാണിക്കണം. പൈസ നോക്കാതെ നമ്മുടെ ഈ സംരംഭത്തിൽ പങ്കുചേരണം. അനേകരുടെ ഈ ഒരു സംരംഭത്തിലൂടെ ഈ ബിസിനസ് രംഗത്ത് മാത്രമല്ല നമ്മുടെ ഒരുമിച്ചുള്ള കൂട്ടായ്മയിലൂടെ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് പോവുകയാണ്. ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള വലിയ ഉദ്ദേശം നമ്മുടെ കാലം ചെയ്ത അഭിവന്യ മാർ ക്രിസോസ്റ്റം തിരുമേനിയുടെ വലിയൊരു സ്വപ്നമായിരുന്നു. കോഴഞ്ചേരി മാർത്തോമ്മ ഇടവക സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ഇടവകയായി ഈ ദേശത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി തങ്ങളാലാവത് ചെയ്യണം. നമ്മളത് ഏറ്റെടുത്ത ഈ വർഷം മാർ ക്രിസോസ്റ്റം തിരുമേനിയുടെ പേരിലുള്ള ക്രിസോസ്റ്റം നഗർ എന്ന പേരിട്ട് 25 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ചേന്നാട്ട് കുടുംബം നമുക്ക് ദാനം നൽകിയ വസ്തുവിൽ 5 ഭവനങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ സംരംഭമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഈ ദിവസങ്ങൾ ചെയ്യുകയും സ്വദേശത്തും വിദേശത്തുമുള്ള അനേക ആളുകളെ സമീപിച്ചപ്പോൾ ദൈവം അവരുടെ എല്ലാം ഹൃദയത്തിൽ പ്രവർത്തിച്ച് ലക്ഷങ്ങളാണ് നമുക്ക് സംഭാവന നൽകിയത്. ഇപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു വ്യക്തിയിൽ നിന്ന് 1 ലക്ഷം രൂപയുടെ സംഭാവന ലഭിക്കുകയുണ്ടായി. അങ്ങനെ നമ്മുടെ ഈ വലിയ സംരംഭത്തിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ അത്ഭുതകരങ്ങൾ പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 3 ദിവസം കഴിയുമ്പോൾ നമുക്കെല്ലാവർക്കും ആഹ്ലാദം തരുന്നതോടൊപ്പം തന്നെ ഈ വലിയ സംരംഭത്തിലൂടെ ഈ സ്റ്റോളുകൾ ഇട്ടവരും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാം സന്തോഷിക്കത്തക്കവണ്ണം ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കുമെന്ന് തന്നെ യാതൊരു സംശയമില്ല. പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ സെൻറ് തോമസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുഞ്ഞുങ്ങളുടെ കലാപരിപാടികളാണ് സ്റ്റേജിൽ നടക്കാനായിട്ട് പോകുന്നത്. ഇടവകയുടെ ഔദ്യോഗിക ചുമതലക്കാരോടൊപ്പം ഇതിൻ്റെ വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നതായിട്ടുള്ള സംഘടനകളുടെയും സബ് കമ്മിറ്റികളുടെയും ചുമതലക്കാർ സ്റ്റേജിൽ ആഗതരായിട്ടുണ്ട്. ഇവരുടെയൊക്കെ നിർദ്ദേശങ്ങൾ നിങ്ങൾ ദയവായിട്ട് പാലിക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്നുള്ള ഓർമ്മിപ്പിക്കട്ടെ. വൈകിട്ട് കൃത്യം 6 മണിക്ക് നമ്മുടെ ടിക്കറ്റ് കൂപ്പൺ വെച്ചുള്ള പരിപാടി മുകളിലത്തെ ഹാളിൽ നടക്കുന്നതാണ്. അതുവരെയുള്ള സമയം നമ്മൾ താഴെ ചെലവഴിക്കത്തക്കവണ്ണമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. ക്രിസ്തുയേശുവിലൂടെ ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങൾ വളരെ പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കൂടി ഈ വലിയ ദിവസത്തിനു വേണ്ടി കാത്തിരുന്നു. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു, കാലാവസ്ഥയൊക്കെ അനുകൂലമാക്കി. ഞങ്ങളുടെ ചെറിയ ചെറിയ സംരംഭങ്ങൾ ഒരു വലിയ സംഭവമായി തീരത്തക്കവണ്ണം അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യുവാൻ ഇതിൻ്റെ മക്കളെ എല്ലാം ഒരുക്കിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കലാപരിപാടികളോടുകൂടി ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഒരുമിച്ചുള്ള കുടിവരവ് ഞങ്ങൾക്കെല്ലാവർക്കും സന്തോഷത്തിനും ആഹ്ലാദത്തിനും ദൈവനാമ മഹത്വത്തിന് മുഖാന്തരമായി ഭവിക്കണമേ. അനേകർ ഈ സ്റ്റേജുകളിൽ വന്ന് തങ്ങളുടെ കലാവിരുതുകൾ അവതരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഭക്ഷണമേശയുടെയും ഒരുമിച്ചുള്ള കൂട്ടായ്മയുടെയും സ്റ്റാളുകളുടെ സന്ദർശനത്തിലൂടെയും ഒക്കെ ഞങ്ങൾക്ക് വിഭവങ്ങളുടെ പങ്കിടലിൻ്റെ അനുഭവം ഞങ്ങൾക്ക് നൽകിയതോർത്ത് സ്തോത്രം ചെയ്തു. ഇതിൻ്റെ എല്ലാം ആത്യന്തികമായിട്ടുള്ള ഉദ്ദേശം ദൈവനാമ മഹത്വപ്പെടുത്തക്കണം. ഞങ്ങളുടെ ദേശത്ത് ഭവനമില്ലാത്ത 5 പേർക്ക് കർത്താവെ
അനധിവിദൂര ഭാവിയിൽ ഭവനം നിർമ്മിച്ച് അവരെ പാർപ്പിക്കുന്ന ഒരു വലിയ സംരംഭത്തെ ചുമൽ കൊടുക്കുവാൻ ഞങ്ങളെ നീ വിളിച്ച് നിയോഗിച്ചത് ഓർത്ത സ്തോത്രം. ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത സ്തോത്രം. അനേക ഹൃദയങ്ങളിൽ ഇതിനുള്ള ആത്മപ്രേരണ കൊടുത്തതിൽ സഹായിക്കുന്നത് ഓർത്ത സ്തോത്രം. കർത്താവേ, ഈ ദിവസങ്ങളിലെ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ ഞങ്ങളുടെ എല്ലാ കലാകാരന്മാരെയും തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, ആത്മവിശ്വാസത്തോടെ സ്റ്റേജിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ അനേകർ വന്ന് ഇതിൽ പങ്കുചേരുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിനു വേണ്ടി ഈ ദിവസങ്ങളിൽ അധ്വാനിച്ച എല്ലാ തന്നെ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഒരുമിച്ചുള്ള ഒത്തൊരുമയുടെയും കൂട്ടായ്മയുടെയും ആ വലിയ സന്തോഷം തുടർന്നുള്ള ദിവസങ്ങൾ ഞങ്ങൾ അനുഭവിക്കത്തക്കണം. കർത്താവ് ഞങ്ങളുടെ മേൽ പ്രവർത്തിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. സമസ്ത കാര്യത്തെയും തിരുക്കരങ്ങൾ അർപ്പിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാകണമേ. തിരുരാജ്യം വരണമേ. തിരുവിശ്വാസത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ദോഷം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കുക, ഞങ്ങളെ ദുഷ്ടനെ രക്ഷിച്ചുകൊള്ളണമേ. തുടർന്ന് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. പിതാവ്, പുത്ര, പരിശുദ്ധ റൂഹായ ത്രിയേക ദൈവത്തിൻ്റെ കൃപ, അനുഗ്രഹം, ആശീർവാദം നമ്മോടും നമ്മുടെ പാരിഷ് മെസ്സിൻ്റെ തുടർന്നുള്ള ദിവസങ്ങളിലെ എല്ലാ പരിപാടികളോടും കൂടി ഇപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. True learning extends beyond the classroom, and cultural programs are at the heart of our vibrant community. With a rich tradition of celebrating art, music, dance, drama, and more, we strive to nurture every student's unique talents and inspire a love for cultural expression. Our commitment to fostering creativity not only enhances academic learning but also builds confidence, teamwork, and a sense of belonging. Join us as we continue to shine as a hub of cultural brilliance and development. It is with great excitement and pride that we invite you to witness a mesmerizing performance of a folk dance. Folk dance is not just an art form, it is a vibrant expression of culture, tradition, and community. Its graceful moves and soulful connection to this timeless art forms to captivate us, or bringing alive the rich heritage it represents. Let us join hearts in welcoming her to the stage for an unforgettable performance. Let me invite Iron Achema Vinod for folk dance. Hindi mi taro,
വരുത്തണം പാടത്തും മറ്റൊരു പൂജ വേണം കുഞ്ചമരമ്പിലെ ദൈവത്തിൻ കാൽക്കൽ കള്ളും പറകൊടി പന്തങ്ങൾ കോലക്കളമൊരുങ്ങി കളിതുള്ളി ഉറതുള്ളി കൊടുവാളു കയ്യേന്തി പാടം വിറയ്ക്കുന്ന നച്ച കേട്ടു നാടിന്റെ ആചാരമുറയോന്റെ കൽപ്പന പുലയന്റെ കല വെട്ടി മടയടച്ചു അച്ഛൻ മരിച്ചൊരാ വേദനയെ ആ മണ്ണിൽ വീണ പിടഞ്ഞു കുത്തനും മടവിട പാടം നശിച്ചിടല്ലേ ഈ വിള കാക്കുവാൻ കുട്ടൻ മണ്ണിടുമോ ഈ വിള കാക്കുവാൻ കുട്ടൻ മണ്ണിടുമോ കുട്ടന്റെ നാടിത് കുട്ടനാട് പൊന്ന വിളയണ കുട്ടനാട് കരിമാടി കുട്ടന്റെ കുട്ടനാട് കുട്ടന്റെ നാടിത് കുട്ടനാട് എന്റെ കുട്ടന്റെ നാടിത് കുട്ടനാട് എന്റെ കുട്ടന്റെ നാടിത് Thank you, Iron, for that amazing performance. It is with immense pride and joy that we welcome Alisha S. Sunil to the stage. Alisha is a shining star who represented us with a great passion and talent at the Central District's Nahodaya 2024 competition. Today she brings us to us a beautiful recitation, blending emotion, rhythm and expression into a captivating performance. Let us cheer her on as she takes us on a poetic journey that is sure to leave a lasting impression. Please join me in welcoming Alisha S. Sunil. മാന്യ സദസ്സിന് നമസ്കാരം. ശ്രീമതി സുഗതകുമാരി ടീച്ചർ എഴുതിയ ഒരു പാട്ട് പിന്നെ എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത്. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതിളക്കി. നോവുമെന്നോർത്തോ നോവുമെന്നോർത്തോ പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുന്നു. ഇടറുമീ ഗാനമിന്നേറ്റു പാടാം കൂടെ ഇണയില്ല കൂട്ടിനു കിളികളില്ല. പതിവ് പോൽ കൊത്തിപ്പിരിഞ്ഞു പോയി മെയ്ച്ചൂടിലടവച്ചുണർത്തിയ കൊച്ചുമക്കൾ. പതിവ് പോൽ കൊത്തിപ്പിരിഞ്ഞു പോയി മെയ്ച്ചൂടിലടവച്ചുണർത്തിയ കൊച്ചുമക്കൾ. ആർക്കുമല്ലാതെ വെളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി. വരവായുരന്തിയെ കണ്ണാലൊഴിഞ്ഞു കൊണ്ടൊരു കൊച്ചുരാപ്പുണർന്ന നേരം. ഒരു പാട്ടുകൂടി പതുക്കെ മൂളുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. ഇരുളിൽ തിളങ്ങും ഈ പാട്ടു കേൾക്കാൻ കൂടെ മരമുണ്ട്, മഴയുണ്ട്, കുളിരുമുണ്ട്, വെയിലുണ്ട്, നിഴലുണ്ട്, തലയാട്ടുവാൻ താഴെ വഴിമരച്ചോട്ടിലെ പുല്ലുമുണ്ട്. ആരുമില്ലെങ്കിലെന്ത്
ഒരു പാട്ടു പിന്നെയും പാടവേ തൻ കൊച്ചു ചിറകിന്റെ നോവു മറന്നു പോകെ ഇനിയും പറക്കില്ല എന്നതോർക്കാതെയാ പിരിവാനമുള്ള പുണർന്നുകൊണ്ടേ വെട്ടിയ കുറ്റിമേൽ ചാഞ്ഞിരുന്നാദ്രമായി ഒറ്റ ചിറകിന്റെ താളമോടെ ഒരു പാട്ടുകൂടി തെളിഞ്ഞു പാടുന്നിട ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി ഒറ്റ ചിറകിന്റെ താളമോടെ ഒരു പാട്ടുകൂടി തെളിഞ്ഞു പാടുന്നിട ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. നന്ദി. Great enthusiasm that they introduced a delightful performance of a folk dance again by Caroline Grace John. Folk dance is a celebration of tradition, culture, and the spirit of community. Caroline is here to bring it to life with her graceful moves and vibrant energy. Her dedication to this timeless art form is truly inspiring, and we are excited to witness her captivating performance. Let us warmly welcome Caroline Grace John as she takes the stage to memorize the Lord. കുറത്തിയാണു ഞാൻ മംഗമാരേ കുറത്തിയാണു മംഗമാരേ കൊടുക് മലയിലെ കുറവ മലയിലെ കുറത്തിയാണു ഞാൻ മംഗമാരേ കുറത്തിയാണു മംഗമാരേ കൊടുക് മലയിലെ കുറവ മലയിലെ കുറത്തിയാണു ഞാൻ മംഗമാരേ കുറത്തിയാണു മംഗമാരേ നാടുകളെ
കുടകുമലയിലെ കുറവമലയിലെ കുറത്തിയാണ് ഞാൻ മംഗമാരെ കുറത്തിയാണ് കുടകുമലയിലെ കുറവമലയിലെ കുറത്തിയാണ് ഞാൻ മംഗമാരെ കുറത്തിയാണ് 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 It gives me pleasure to introduce Gilda HM, who is here to enthrall us with a heartfelt recitation. Poetry is an art that speaks directly to the soul, and Gilda's talent lies in bringing words to life with his voice, expression, and passion. As he takes the stage, let us prepare to be moved and inspired by his performance. Please join me in welcoming Gilda HM for this captivating recitation. മാന്യ സദസ്സിന് നമസ്കാരം. ഞാൻ ഇന്ന് പി ഭാസ്കരന്റെ കാളകൾ എന്ന കവിതയിലെ ഏതാനും വരികളാണ് ചൊല്ലാൻ പോകുന്നത്. കാളകൾ. തൊളത്തു ഖനം തൂങ്ങും വണ്ടിതൻ തണ്ടും പേറി കാളകൾ മന്ദം മന്ദം ഇഴഞ്ഞു നീങ്ങിടുമ്പോൾ മറ്റൊരു വണ്ടിക്കാള മനുഷ്യകാരം പൂണ്ടിട്ടച്ചത്തു വണ്ടിക്കൈയിൽ ഇരുപ്പൂ കുനിക്കൂടി തോളുകൾ കുനിഞ്ഞിട്ടുണ്ടവനും സ്വജീവിത നാളുകൾ തൽക്കണ്ടത്തിൽ ഏകിയ മുഖം പേറി കാലുകൾ തെഞ്ഞിട്ടുണ്ടിന്നവനും നെടുനാള കാലത്തിൻ കരാളമാം പാതകൾ താണ്ടി താണ്ടി ദുർവിധി കൂടി ചെന്നു മിഴിനീർ വറ്റിക്കയാൽ നിർവികാരങ്ങളാണ് കണ്ണുകൾ നിർജീവങ്ങൾ മണ്ണിന്റെ നിലയ്ക്കാത്ത പ്രഹരം സഹിക്കയാൽ പുണ്ണുകൾ പടർന്നിട്ടുണ്ടവനും കരൾ കമ്പിൽ ഒട്ടേറെ കാലം മുമ്പിൽ അച്ചറു പഞ്ഞക്കൂടിൽ തൊട്ടിലിൽ കൈക്കുഞ്ഞായി പിറന്ന കാലം മുതൽ ലക്ഷ്യമെന്നറിയാതെ മൃത്യുവിൻ ഭയാനക ശിക്ഷയിൽ ഭയം പൂണ്ടു കക്ഷണം പതറാതെ ജീവിതം കയറ്റിയോ ഉൾഘട ഭാരം തുണി മവണ്ടി വലിക്കയ നിസ്സധു നാളിൽ നാളിൽ ഗ്രാമവീഥിയിൽ നേരം വെളുക്കെ കൂടം പേറി തമര കുളം നോക്കി കന്യമാർഗമിക്കുമ്പോൾ പുഞ്ചയ്ക്കു വെള്ളം തേകും കൃഷിക്കാർ തൻ ശുദ്ധമാം നെഞ്ചുകൾ സംഗീതമാം ചുറ്റിലും ചുറ്റിയിടുമ്പോൾ ചനിടും കരിക്കൊടി വള്ളിയിലൂഞ്ഞാലാടി കാഞ്ഞിര മരത്തൊപ്പിൽ തത്തകൾ ചിലയ്ക്കുന്നു അന്തിയിൽ വിഷക്കാവിൽ വെളിച്ചമകറ്റുവാൻ ദുർമന്ത്രവാദം ചെയ്യും മുങ്ങകൾ മുളിയിടുമ്പോൾ കണ്ടിടാറുണ്ടു ഞാനാ കിഴവൻ വണ്ടിക്കാരൻ വണ്ടിയും തെളിച്ചുകൊണ്ടങ്ങിങ്ങു ചരിപ്പതാൽ മിണ്ടുകില്ലെന്നും തന്നെ
Angel Maria Jose to the stage. She's a talented performer who represented our school at the Central Tabernacle Sahodaya and earned an impressive A grade at the state level. Angel's dedication and artistry shine in her every performance. Let us cheer her on as she delivers a memorizing solo performance that is sure to captivate us all. It is an honor to introduce Hannah Mariam Thomas, a gifted performer who represented us at the Central Travancore Sahodaya as well and achieved an outstanding A grade at the state level. Her talent, hard work and passion for the arts are truly inspiring. Let us give her a warm welcome as she takes the stage for a Mappala Paata that promises to be both captivating and memorizing. പ്രശസ്ത മാപ്പിളകവി ജനാബ് ബദ്രുദ്ദീൻ പാറന്നൂരിന്റെ സീറത്ത് നബവി എന്ന കൃതിയിൽ നിന്നും ഏതാനും ചില വരികൾ.
ഇശൽ പുകിന ഇരട്ടച്ചാട്ട് ചുരുളം വാൽമുറുക്കം ഭംഗീശ തരുളതിലരുളിലെ ഉലൽകാരായ തലമിലെ ബഹുകേമ കൊടിയതിനടിയിലെ കടുകവെ ഉളരിടലായി അടനമി മധുമതിയാം പുതുമതം ഇതിനുടെ പദഗതിയതു പൊളിയാ മതമിതിനാൽ മതിരകപതിയുടെ പദമതിലുതിരിടുവാ രജനി വനവത നടനമെ കൊടുമയ ബടുലിയടികിടേടി ഭംഗീശ തരുളതിലരുളിലെ ഉലൽകാരായ ലല്ലതരമിലെ ബഹുകേമ കൊടിയതിനടിയിലെ കടുകവെ ഉളരിടലായി അടനമെ മധുമതിയാം പുതുമതമിതിനുടെ പദഗതിയതു പൊളിയാ മതമിതിനാൽ മതിരകപതിയുടെ പദമതിലുതിരിടുവാ സേവിന വിരിയുക ബസിന പതിതിയ മതിലൊരു തെരുവതിലേരി പുറമെരുക പെരുമരുമണലതിന ഭംഗീശ തരുളതിലരുളിലെ ഉലൽകാരായ ലല്ലതരമിലെ ബഹുകേമ കൊടിയതിനടിയിലെ കടുകവെ ഉളരിടലാൻ അടനമി മധുമതിയാ പുതുമതമിതിനുടെ പദഗതിയതു പൊളിയാ മതമിതിനാൽ മതിരകപതിയുടെ പദമതിലുതിരിടുവാൻ ഭംഗീശ തരുളതിലരുളിലെ മധുമതിയാം പുതുമതമിതിനുടെ പദഗതി അത് പൊളിയാ മതമിതിനാൽ മതിരകപതിയുടെ പദമതിലുതിരിടുവാ. നമ്മൾ മാർത്തോമ സീനിയർ സെക്കൻഡറി സ്കൂളിലെ കുഞ്ഞുങ്ങളുടെ കലാപരിപാടികൾ വീക്ഷിക്കുകയായിരുന്നു. ഏറ്റവും ഭംഗിയായിട്ട് അവരെ തയ്യാറെടുപ്പ് നടത്തി വേണ്ടത്ര പരിശീലനം നൽകി അവരെ ഇവിടെ എത്തിച്ച പ്രിൻസിപ്പൽ, HM, അധ്യാപകർ, അതിൽ പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങളെയും കോഴഞ്ചേരി സന്തോഷ് മാർത്തോമ ഇടവകയുടെ സന്തോഷവും നന്ദിയും നിങ്ങളെ അറിയിക്കുന്നു. ഇതോടെ നമ്മുടെ പാരിഷ് ഫെസ്റ്റിൻ്റെ 1ാം ഘട്ട പരിപാടി കലാപരിപാടികളുടെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. തുടർന്ന് ഉദ്ഘാടന സമ്മേളനം ഫസ്റ്റ് ഫ്ലോറിൽ ആരംഭിക്കുന്നതായിരിക്കും. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ഈ വേദിയിൽ അരങ്ങേറുന്നു. അർലിൻ അന്നാഘോഷി കഴിഞ്ഞ 3 വർഷമായിട്ട് സ്റ്റേറ്റ് കലോത്സവത്തിലെ വിന്നറാണ്. അതുകൊണ്ട് നമുക്ക് ഈ വേദിയിലേക്ക് അർലിൻ അന്നാഘോഷിയെ ക്ഷണിക്കുന്നു. ആ പ്രോഗ്രാം നമുക്ക് ഈ സമയത്ത് വീക്ഷിക്കാം. ശ്രീ ജയദേവ കവേരിതം കുരുതേ മുദം മംഗളം ഉജ്വലഗീതം ശ്രീ ജയദേവ ഹരേ. പ്രണയപയോധി ജലേ ഗോപാലകൃഷ്ണ, പ്രണയപയോധി ജലേ ഗോപാലകൃഷ്ണ, ഹൃദവാനസി വേദം വിഹിതവദീത്ര ചരിത്രമകേരം കേശവാദൃത ദീനശരീര ജയ ജയ
ധരണ കിട ചക്രഗരീഷ്ടേ കേശവാദൃത കച്ചപരൂപ ജയ ജഗദീശ ഹരേ ഗോപാലകൃഷ്ണ ജയ ജഗദീശ ഹരേ വിപുലതനേ ഗോപാലകൃഷ്ണ ഭവതീഷ്ടതി പ്രശ്നേ ധരണി ധരണ കിട ചക്രഗരീഷ്ടേ കേശവാദൃത കച്ചപരൂപ ജയ ജഗദീശ ഹരേ ഗോപാലകൃഷ്ണ ജയ ജഗദീശ ഹരേ വസതി ദശന ശിഖരേ ഗോപാലകൃഷ്ണ ധരണി ശശിനി കളങ്ക കണേ മണിമഗ്ന കേശവാധൃത ഭൂകരൂപ ജയ ജഗദീശ ഹരേ ഗോപാലകൃഷ്ണ ജയ ജഗദീശ ഹരേ വസതി ദശന ശിഖരേ ഗോപാലകൃഷ്ണ ധരണി ശശിനി കളങ്ക കണേ മണിമഗ്ന കേശവാധൃത സൂകരൂപ ജയ ജഗദീശ ഹരേ ഗോപാലകൃഷ്ണ ജയ ജഗദീശ ഹരേ തവ കരകമലവരേ ഗോപാലകൃഷ്ണ നഖമദ്ഭുത സംഗം ദളിത ഹിരണ്യകശിപു തരുഭംഗം കേശവാദൃത നരഹരിരൂപ ജയ ജഗദീശ ഹരേ ഗോപാലകൃഷ്ണ ജയ ജഗദീശ ഹരേ തവ കരകമലവരേ ഗോപാലകൃഷ്ണ നഖമദ്ഭുത ശൃംഗം ദളിത ഹിരണ്യകശിപു തനുഭൃംഗം കേശവാദൃത നരഹരിരൂപ ജയ ജഗദീശ ഹരേ ഗോപാലകൃഷ്ണ ജയ ജഗദീശ ഹരേ തവ കരകമലവരേ ഗോപാലകൃഷ്ണ നഖമദ്ഭുത ശൃംഗം ദളിത ഹിരണ്യകശിപു തനുഭൃംഗം കേശവാദൃത നരഹരിരൂപ ജയ ജഗദീശ ഹരേ ഗോപാലകൃഷ്ണ ജയ ജഗദീശ ഹരേ ചലയസി വിക്രമണേ ഗോപാലകൃഷ്ണ പരിമർദ്ദുത പാവന പദന കനീരജ ഹിതജന പാവന കേശവാദൃത വാമന രൂപ ജയ ജഗദീശ ഹരേ ഗോപാലകൃഷ്ണ ജയ ജഗദീശ ഹരേ ചലയസി വിക്രമണേ ഗോപാലകൃഷ്ണ പരിമർദ്ദുത പാവന പദന കനീ
ऋतुपति रूप जय जगदीश हरे गोपाल कृष्ण जय जगदीश हरे वितरति पूरणे गोपाल कृष्ण दीपति कमनीयम् दशमुखमौलि बलिन्द्रमणीयम् केशवाकृत रघुपति रूप जय जगदीश हरे गोपाल कृष्ण जय जगदीश हरे शिवपुषि विशदे गोपाल कृष्ण वसनं जगन्नाथम् कलहति दीप्ति मिलितयमुनामं केशवाकृत कलधररूप जय जगदीश हरे गोपाल कृष्ण जय जगदीश हरे निन्दसि यज्ञविधे गोपाल कृष्ण अहह श्रुतिजातम् सदय हृदय दर्शित पशुघातं केशवाकृत पूर्णशरीरं जय जगदीश हरे गोपाल कृष्ण जय जगदीश हरे निधने गोपाल कृष्ण कलयसि करवालूपकेतुमिव किमपि कराळं केशवाकृत कल्पिशरीरं जय जगदीश हरे गोपाल कृष्ण जय जगदीश हरे
शृणु सुखदं शुभदं भवसारं केशवाधृत दशविधरूप जय जगदीश हरे गोपाल कृष्ण जय जगदीश हरे जगदीश